ബലാത്സംഗ കേസിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനാകാതെ പോലീസ് 6ാം ദിവസവും മാങ്കൂട്ടത്തിലിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. അതേസമയം രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയെ ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, 6ാം ദിനവും രാഹുലിനെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുക തന്നെയാണ് പോലീസ്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. രാഹുലിനെ കണ്ടെത്തേണ്ടതുണ്ട്. എന്ത് നടപടിയാണ് ഇനി പോലീസ് സ്വീകരിക്കുന്നത്? തീർച്ചയായും ഇരുട്ടിൽ തപ്പുക തന്നെയാണ് പോലീസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പോലീസ് വിവിധ സംഘങ്ങളായാണ് ഇപ്പോൾ അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരോടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തണമെന്ന്, പ്രത്യേക സംഘങ്ങളായി തിരിച്ചു തന്നെ അന്വേഷണം നടത്തണമെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP അറിയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ വളരെ കൊണ്ടുപിടിച്ച ഒരു തിരച്ചിലാണ് നടത്തുന്നത്. ഇന്നലെ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ഒരു ചുവന്ന വോക്സ്വാഗൺ പോളോ കാറിലാണെന്നാണ്. ഈ കാറ് ഒരു പ്രമുഖ താരത്തിൻ്റെതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാറിൻ്റെ ഉടമയെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി നിലവിലുണ്ട്. ഏതായാലും എന്തായിരിക്കും പോലീസിൻ്റെ അടുത്ത നീക്കം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പോലീസ് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുമോ എന്നുള്ളൊരു കാര്യം. കാരണം ഇത്രയും 6 ദിവസമായി പോലീസ് കേസെടുത്ത് 6 ദിവസമായി. അതിനിടെ ഇതുവരെയും രാഹുലിനെ പിടികൂടാൻ, ഇന്ന് 6ാം ദിനമാണ്, ഇതുവരെയും രാഹുലിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളും നൽകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പെൻഡ്രൈവ്, വാട്സപ്പ് ചാറ്റുകൾ, അതുപോലെ ഫോൺ സംഭാഷണത്തിൻ്റെ രേഖകൾ തുടങ്ങിയവയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഹർജി ബുധനാഴ്ച കോടതി അതായത് നാളെ കോടതി പരിഗണിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അദ്ദേഹം ആ ജാമ്യാപേക്ഷയിൽ ഒപ്പിടാൻ എത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചെടുത്തിട്ട്, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അഭിഭാഷകർ മനഃപൂർവ്വം പറയുന്നതാണോ എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഏതായാലും വ്യാപകമായ പരിശോധന തുടരുകയാണ്. പരിശോധന മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തി നിരവധി CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടെത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PA ഉൾപ്പെടെയുള്ളവരെ, അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെയും പിടികൂടാനായിട്ടില്ല പോലീസിന്. ഫൈസൽ, അതുപോലെ തന്നെ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. പോലീസ് ഇത്രയും നാൾ രാഹുലിനായി അന്വേഷണം നടത്തുന്നു, 6ാം ദിനവും പിടികൂടിയിട്ടില്ല. ഇനി തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് വേണ്ടി ഒരു കാത്തിരിപ്പാണോ, അതില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നൊരു നിർദ്ദേശം എന്തെങ്കിലും ലഭ്യമായ ഒരു സാഹചര്യത്തിൽ മറ്റുമാണോ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനാകാതെ പോലീസ് ഈ സമയം നീട്ടിക്കൊണ്ടുപോകുന്നത്? അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ടാണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതെങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെയും പോലീസിനെ പിടികൂടാനായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസിന് ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇദ്ദേഹം സഞ്ചരിച്ചത് CCTV ഇല്ലാത്ത വളരെ ആസൂത്രണമായ ഒരു രീതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇന്നലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് CCTV ഇല്ലാത്ത ഭാഗത്തൂടെയാണ് രാഹുൽ കാർ ഓടിച്ച് പോയത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ CCTV ഉള്ള ഭാഗത്തുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറ്റൊരു കാർ രാഹുലിൻ്റെ സഹായികൾ ഓടിച്ചു പോയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അന്വേഷണ സംഘത്തിനും അല്ലെങ്കിൽ പോലീസിന് മുന്നിലുള്ളത്. കാരണം അത്രയും വലിയൊരു സമ്മർദ്ദമാണ് അവർക്ക് മേലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊക്കെ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ശരി, ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനാകാതെ പോലീസ് 6ാം ദിവസവും മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. അതേസമയം രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയെ അടക്കം ചോദ്യം ചെയ്തേക്കും. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.